എല്ലാവർക്കും നമസ്കാരമുണ്ട്. ഇന്ന് വളരെ വിഷമം സഹതാപം തോന്നുന്ന ഒരു ദിവസമാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിലെ 48 അംഗനവാടികളും ഒന്ന് കാണണം എന്ന് എനിക്ക് തോന്നി. കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ വളരെ കുറച്ച് അംഗനവാടികൾ മാത്രമേ ഈ പഞ്ചായത്തിലെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എനിക്കൊരു ആഗ്രഹം തോന്നി, മറ്റത്തൂർ പഞ്ചായത്തിലെ 48 അംഗനവാടികൾ ഒന്ന് സന്ദർശനം നടത്തണം. അപ്പോൾ ഓഗസ്റ്റ് 15 നാളെ. ഞാൻ വിചാരിച്ചു അന്ന് ഓഗസ്റ്റ് 15 നമ്മുടെ കുട്ടികളെ കാണാൻ പോണ സമയത്ത് ഓരോ ഇന്ത്യൻ പതാകയും കുട്ടികൾക്ക് കൊടുക്കാം, ചെറിയൊരു കൊടി കുട്ടികൾക്ക് കൊടുക്കാം. അത് കുട്ടികൾക്ക് വളരെ സന്തോഷമാവും എന്നുള്ള ഉദ്ദേശത്തോടു കൂടി ഞാൻ കഴിഞ്ഞ ദിവസം കുറച്ച് അംഗനവാടികൾ സന്ദർശിച്ചു. ഒരു 12ഓളം അംഗനവാടികൾ വളരെ നല്ല രീതിയിൽ ടീച്ചേഴ്സ് ആയാലും കുട്ടികളായാലും ഒക്കെ നല്ല രീതിയിലാണ് നമ്മളോട് പെരുമാറിയതും. അതുപോലെ തന്നെ നമ്മൾ എന്ത് ചെയ്തു, കുട്ടികൾക്ക് കൊടികളൊക്കെ കൊടുത്തു. തൊട്ടടുത്ത ദിവസം ഈ 48 അംഗനവാടിയും ഒറ്റ ദിവസം കൊണ്ട് കവർ ചെയ്യാന്ന് പറയുന്നത് ഭയങ്കര ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. തൊട്ടടുത്ത ദിവസം നമ്മൾ ബാക്കി അംഗനവാടികൾ നമ്മൾ കവർ ചെയ്യാനായിട്ട് പോവാണ്. ചെന്ന ആദ്യത്തെ അംഗനവാടിയിൽ തന്നെ നമ്മളോട് പറയാണ്, സോറി, ഇങ്ങോട്ട് പ്രവേശനം ഇല്ല, നിങ്ങളുടെ കൊടികൾ നമുക്ക് വേണ്ടാന്ന്. അപ്പൊ ഞാൻ വിചാരിച്ചു എന്താണ് അതിന്റെ കാരണം. ഞങ്ങൾക്ക് പഞ്ചായത്തിൽ നിന്ന് ഒരു ഓർഡർ കിട്ടിയിട്ടുണ്ട്, ഇന്ത്യൻ പതാക ആര് കൊണ്ട് തന്നാലും വാങ്ങരുത്. ടീച്ചർക്ക് തരാ, ടീച്ചർ കൊടുത്തോളൂ. ഈ ഇന്ത്യ മഹാരാജ്യത്ത് മറ്റത്തൂർ പഞ്ചായത്തിൽ മാത്രമുള്ള ഒരു ഓർഡറാണ് ഒരു ദേശീയ പതാക ഒരു അംഗനവാടിയിലെ കുട്ടികൾക്ക് കൊടുക്കാൻ പറ്റില്ല എന്ന്. ഈ ഇന്ത്യയിലെ ഏതെങ്കിലും ഒരു പഞ്ചായത്തിൽ ഇത്തരം ഒരു തീരുമാനം എടുത്തതായിട്ട് എനിക്കറിയില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, ടീച്ചറെ അന്ന് ഞങ്ങൾ കുട്ടികൾക്ക് കൊടുക്കണില്ലേ, ടീച്ചർ വാങ്ങിക്കോ. ഏയ് ഞങ്ങക്ക് മേളിൽ നിന്നുള്ള ഓർഡറാണ്, അതിനോട് ഞങ്ങൾക്ക് ഒരു വിരോധമില്ല. പക്ഷെ ഞങ്ങൾക്ക് മേളിൽ നിന്നുള്ള ഓർഡർ പാലിച്ചില്ലെങ്കിൽ ഞങ്ങളുടെ ജോലിനെ ബാധിക്കും. അപ്പൊ ഇന്നലെ രാത്രി തന്നെ പഞ്ചായത്ത് പ്രസിഡന്റും ടീമുകളും ഒക്കെ കൂടി പറഞ്ഞിട്ടുണ്ട്, ഒരു തരത്തിലും ഒരാളിൽ നിന്നും ഒന്നും സ്വീകരിക്കരുത്. എന്താണ് ഇവരുടെ ഉദ്ദേശ ലക്ഷ്യം? ഇവരാരെയും പേടിക്കുന്നു? എന്നെയാണോ പേടിക്കുന്നത്, അതെ ദേശീയ പതാകയാണ്? എനിക്ക് എൻ്റെ ഇത് മനസ്സിലാവണില്ല. നമ്മുടെ ചെറിയ കുട്ടികൾക്ക് വേറൊന്നല്ല, വല്ല ഭക്ഷണ സാധനമൊക്കെ ആണെങ്കിൽ ഓക്കെ, ഒരു ദേശീയ പതാക ഞാൻ എന്നൊരു വ്യക്തി കുട്ടികൾക്കായി കൊടുക്കുന്നത് വരെ ഈ പഞ്ചായത്തിൽ ഒരു വലിയ തെറ്റാന്നാണ് പറയണത്. എനിക്ക് മനസ്സിലാവണില്ല, എന്താണ് നിങ്ങളുടെ ഉദ്ദേശ ലക്ഷ്യം, എന്താണ് നിങ്ങളിൽ നിന്ന് ഇത് അർത്ഥാക്കുന്നത്, എന്താണ് ഈ ദേശീയ പതാക വാങ്ങാതെ നിങ്ങൾ ഒരു കൃത്യമായ ഒരു കാരണം പോലും ഒരു പറയണില്ല. കഷ്ടം തന്നെ മുതലാളി, കഷ്ടം തന്നെ.